Hi friends, welcome to Ammu's World. ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ റിമൂവൽ എക്യുപ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും കുറേ പേരുണ്ട് ഇത് അറിയാത്തതും യൂസ് ചെയ്യാത്തതുമായിട്ടുള്ളവർ. അപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത് എപ്പിലേറ്ററിനെ പറ്റിയാണ്. എപ്പിലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയൊരു ഡിവൈസാണ്. അത് വെച്ചിട്ട് നമ്മുടെ ബോഡി ഹെയർ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എപ്പിലേറ്റർ. അപ്പോൾ മെയിനായിട്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് ഹാസിൽ ഫ്രീ ആയിട്ട് പാർലർ എന്താണ് എപ്പിലേറ്റർ, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എൻ്റെ എക്സ്പീരിയൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലാസ്റ്റ് ഒരു 3 വർഷമായിട്ട് ഞാൻ എപ്പിലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്, യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. നമുക്ക് മെയിനായിട്ട് നമ്മൾ ഹെയർ റിമൂവൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 4 മെത്തേഡ്സാണുള്ളത്. ഒന്ന്, നമുക്ക് വാക്സ് ചെയ്യാം. എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാക്സിങ്. നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു പാർലറിൽ പോയിട്ട് വേണം വാക്സ് ചെയ്യാനായിട്ട്. വാക്സിങ് എന്ന് പറയുന്നത് നമ്മൾ ഹെയറിൻ്റെ റൂട്ട്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ റീഗ്രോ ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്മൂത്ത് ഫിനിഷ് നമുക്ക് വാക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാർലറിൽ പോയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നല്ല എക്സ്പെൻസീവുമാണ് അത്യാവശ്യം വാക്സിങ് എന്ന് പറയുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് സ്ട്രിപ്സ്, ഇതുപോലെ വീറ്റിൻ്റെയൊക്കെ സ്ട്രിപ്സ് വെച്ചിട്ട് നമുക്ക് വാക്സ് ചെയ്യാം. പക്ഷേ അതെന്ന് പറയുന്നതും കുറച്ച് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ വാക്സിൻ്റെ സ്ട്രിപ്സ് വാങ്ങിക്കണം. അതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ച് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആവില്ല, നമ്മൾ എന്തായാലും പാർലറിൽ പോയി ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ കുറച്ച് ഒരു മെസ്സി പ്രൊസീജിയറുമാണ്. പിന്നെ നമുക്കൊന്നെങ്കിൽ ഹെയർ റിമൂവൽ ക്രീം യൂസ് ചെയ്യാം. ഹെയർ റിമൂവൽ ക്രീം യൂസ് ചെയ്യുമ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും, പക്ഷേ അതും എക്സ്പെൻസീവാണ്. പിന്നെ അതുപോലെ ഹെയറിൻ്റെ റൂട്ട്സിൽ നിന്നത് റിമൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അത് ക്രീംസ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ ഹെയർ റിമൂവൽ ക്രീംസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി കെമിക്കൽസ് ആണ്. സോ അത് എപ്പോഴും അങ്ങനെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് അത്ര നല്ലതുമല്ല. അപ്പോൾ അതാണ് ഹെയർ റിമൂവൽ ക്രീംസിൻ്റെ ഉള്ളൊരു മെത്തേഡാണ് ഷേവിങ്. ഷേവിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു റേസർ വെച്ചിട്ട് നമ്മുടെ ഹെയറിനെ ഷേവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയറിനെ റൂട്ട്സിൽ നിന്നല്ല റിമൂവ് ചെയ്യുന്നത്, ജസ്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലത്തെ ലെയർ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഹെയർ ഗ്രോ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആ എൻസ് കുറച്ച് കട്ടിയായിട്ട് വരാനും കുറച്ച് ഹാർഡായിട്ടും തിക്കായിട്ടും വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഹെയർ കട്ട് ചെയ്ത് വിടുമ്പോഴത്തേക്ക് അവിടുന്ന് പിന്നെ ഗ്രോ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് തിക്കായതുപോലെയും ബ്ലാക്ക് ആയതുപോലെയും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഷേവിങ് എന്ന് പറയുന്നത് നല്ല ഹെയർ ഗ്രോത്ത് ഉള്ളവരെ സംബന്ധിച്ച് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. പിന്നെ നമുക്ക് ഈ എപ്പിലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈസിയാണ് ഷേവ് ചെയ്യാനായിട്ട്. നമുക്ക് ജസ്റ്റ് ഒരു റേസർ എടുത്ത് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈസി മെത്തേഡാണ്. പക്ഷേ വീണ്ടും ഉള്ള റീഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് തിക്കായിരിക്കും. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഈ എപ്പിലേറ്റേഴ്സ്. എപ്പിലേറ്റർ എന്ന് പറയുന്നത് ഇതുപോലൊരു ഡിവൈസാണ്. ഞാൻ കാണിച്ചത് എൻ്റെ കയ്യിലുള്ള എപ്പിലേറ്റർ ഇതുപോലെ ഉള്ള ഒരു ഡിവൈസാണ് എപ്പിലേറ്റർ എന്ന് പറയുന്നത്. ബ്രോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സിൽക്ക് എപ്പിൽ 5 എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിലേറ്ററാണിത്. ഇത് കഴിഞ്ഞ് 3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവൈസാണ്. അപ്പോൾ ഇതുപോലെ പല ബ്രാൻഡിൻ്റെ പല മോഡൽസിലുള്ള ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല 3 വർഷം മുമ്പ് വായിച്ചായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല മോഡൽസ് പല ബ്രാൻഡ്സ് ഇപ്പോഴും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എപ്പിലേറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനെ വാക്സ് ചെയ്യുന്നത് പോലെ തന്നെ റൂട്ട്സിൽ നിന്നാണ് റിമൂവ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി സെറ്റ് ഓഫ് ബ്ലേഡ്സ് ആണ്. ഇത് നമ്മുടെ ഹെയറിനെ റൂട്ട്സിൽ നിന്ന് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ വാക്സിങ് പോലെ തന്നെ എപ്പിലേറ്ററിന് ഒരു ചെറിയ പെയിൻ ഉണ്ട്. പക്ഷേ നമ്മളിത് യൂസ്ഡ് ടു ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം ഒരു ചെറിയൊരു പെയിൻ ഉണ്ട്. ഇപ്പം നമ്മൾ ത്രെഡ് ചെയ്താലും വാക്സ് ചെയ്താലും ഒക്കെ ഒരു ചെറിയ പെയിൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു പെയിന് ഈ എപ്പിലേറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാവാറുണ്ട്.
പിന്നെ ചിലർ എപ്പിലേറ്ററിനെ പറ്റി അറിയാമെങ്കിലും ഇത് യൂസ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ പെയിൻ പേടിച്ചിട്ടാണ്. ഭയങ്കര പെയിൻ ആയിരിക്കും ഇത് യൂസ് ചെയ്യുമ്പോഴെന്നുള്ളത് പേടിച്ചിട്ടാണ് എപ്പിലേറ്റേഴ്സ് പലരും വേണ്ടാന്ന് വെക്കുന്നത്. പക്ഷെ അത്ര വലിയൊരു പെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ത്രെഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവില്ലേ പെയിൻ, അതുപോലൊക്കെ തന്നെയുള്ള പെയിന് അത്രയും ത്രെഡ് ചെയ്യുമ്പോഴത്തെ അത്രയും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു പെയിനേ ഉള്ളൂ. പിന്നെ പെയിൻ ടോളറൻസ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും. പിന്നെ എപ്പിലേറ്ററിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പാർലറിൽ പോകേണ്ട ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നില്ല. ജസ്റ്റ് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പിന്നെ നമുക്കിത് കേടാവുന്നത് വരെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 3 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു, ഇത്രയും നാളായിട്ട് ഇതിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മൾ വാക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന പൈസ എല്ലാം നമുക്ക് ലാഭമാണ്. അപ്പോൾ നമുക്കൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നൊരു സാധനമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺവീനിയൻസിന് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരാളുടെ നമുക്ക് വണ്ടി എടുത്ത് അല്ലെങ്കിൽ പുറത്ത് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേറൊരാളെ നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു വേറെ ഒന്നും നമുക്ക് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴാണോ നമുക്ക് സൗകര്യം അന്നേരം നമുക്ക് നമ്മുടെ ഹെയർ റിമൂവൽ ചെയ്യാം. നമുക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യും. ഇപ്പം നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പെട്ടെന്നൊരു ഫംഗ്ഷൻ വരികയാണ്, നമുക്ക് ഹെയർ റിമൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പാർലർ തപ്പിയോ അല്ലെങ്കിൽ ഹെയർ റിമൂവൽ ക്രീം മേടിക്കാനോ ഒന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഈ ഒരു മെഷീൻ എടുക്കുക, ജസ്റ്റ് എപ്പിലേറ്റ് ചെയ്യുക, അതോടെ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് വെച്ചാൽ ബോത്ത് സൈഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ കുറച്ച് ഇതിന് പെയിൻ ഉണ്ട്. നമ്മൾ റിമൂവൽ ചെയ്യുമ്പോൾ അത് ഹെയർ പുൾ ഔട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പുൾ ഔട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ജസ്റ്റ് ചെറിയ പെയിൻ ഇതിനുണ്ട്. അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം എടുക്കും. അതായത് കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മൾ ഫുള്ളായിട്ട് ചെയ്യാൻ. അത് നമുക്കൊരു സമയം ഇപ്പോൾ ഇത് ഇത്രയാണ് ഇതിൻ്റെ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലേഡ് കവർ ചെയ്യുന്ന പോർഷനല്ലേ ഒരു സമയത്ത് ഇത് റിമൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് വേണം ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ എടുക്കാൻ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ആവശ്യമുണ്ട്. ഓരോ മോഡൽസിനനുസരിച്ചിട്ട് ഇത് നമുക്ക് എപ്പോഴൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ബോത്ത് വെറ്റ് ആൻഡ് ഡ്രൈ എപ്പിലേറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഷവറിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഡ്രൈ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ട് അത് ഡിഫറെൻ്റ് ആവാറുണ്ട്. അപ്പോൾ ചിലതെന്ന് പറയുന്നത് ഡ്രൈ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഷവറിലൊന്നും യൂസ് ചെയ്യാം, നനഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈ ആയിട്ടുള്ളപ്പോൾ മാത്രമേ യൂസ് ചെയ്യും. ഇതെന്ന് പറയുന്നത് ബോത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള എപ്പിലേറ്റർ ആണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യത്തെ സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഗ്രോൺ ഹെയർസ് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻഗ്രോൺ ഹെയർസ് നമുക്ക് വരാതെ എങ്ങനെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് എപ്പിലേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ മോഡൽ എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തെയുള്ള മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ, സെപ്പറേറ്റ് ഹെഡ്സ് ഒന്നുമില്ല. ഇപ്പോൾ പുതിയ അഡ്വാൻസ്ഡ് മോഡൽസിൽ വരുന്നത് ഇപ്പം 2-3 ടൈപ്പ് ഹെഡുണ്ട്. പല ഏരിയസിൽ ഹാൻഡ്സിൽ യൂസ് ചെയ്യാനായിട്ട്, നമ്മുടെ ലെഗ്സിൽ യൂസ് ചെയ്യാനായിട്ട്, ഫേസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നോക്കി നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഹെഡ് മാത്രമേ വരുന്നുള്ളൂ. ഇതെന്ന് പറയുന്ന ഈ ഹെഡ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. റിമൂവ് ചെയ്തിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ കുറച്ച് ബ്ലേഡ്സ് ആണ് ഈ എപ്പിലേറ്ററിലുള്ളത്. അപ്പോൾ ഇത് ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ 2 സ്പീഡ് മോഡാണുള്ളത്. ഫസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ 2 സ്പീഡ് മോഡാണ് ഇതിലുള്ളത്. ഫസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് സ്പീഡിൽ ഓൺ ആവും. നെക്സ്റ്റ് ഒന്നും കൂടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇത് സെക്കൻഡ് സ്പീഡിൽ ഓൺ ആവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്പീഡിൽ ഓൺ ചെയ്തിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുക. പിന്നെ നമ്മൾ അതിനോട് കുറച്ചൊന്ന് യൂസ്ഡ് ടു ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് സ്പീഡിലേക്ക് പോയി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഹെയർ റിമൂവൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഹെയർ റിമൂവ് ചെയ്യേണ്ടത് എന്ന് ഉള്ള സ്ഥലം എടുക്കുക. എന്നിട്ട് അവിടെ ഈ എപ്പിലേറ്റർ നമ്മൾ 90 ഡിഗ്രിയിൽ വെക്കുക. നമ്മൾ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഹെയർ റിമൂവ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ 90 ഡിഗ്രിയിൽ വെച്ചതിന് ശേഷം ഇത് ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ ഹെയർ റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ഇങ്ങനെ നീക്കി കൊടുത്ത് നമ്മൾ സാധാരണ നമ്മുടെ റേസർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ റിമൂവായി വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ എപ്പിലേറ്റർ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ എപ്പിലേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം ഈ ഹെഡ് ഊരിയതിന് ശേഷം ഫുള്ളായിട്ട് അതിൽ വന്നിട്ടുള്ള ഹെയർ ഡേർട്ട് എല്ലാം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെക്കണം. അല്ലെങ്കിൽ അതിനകത്ത് ഹെയർ സ്റ്റക്കായിട്ട് അതിന് വർക്ക് സ്റ്റക്കായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതെന്ന് പറയുന്നത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എപ്പിലേറ്റർ ആണ്. അപ്പോൾ ഇതിനൊരു പ്ലഗ് ഇൻ ചാർജർ ഉണ്ട്. ഇങ്ങനെ ഒരു ചാർജറിൻ്റെ കൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിത് കുത്തിയിട്ടിട്ട് ഇത് ചാർജ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം ഇത് അൺപ്ലഗ് ചെയ്തിട്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും
വേണമെങ്കിലും കോട്ട്ലെസ് ആയിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കറക്റ്റായിട്ട് എങ്ങനെയാണ് എപ്പിലേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം നമ്മൾ വെറ്റായിട്ടാണ് ഞാൻ വെറ്റായിട്ടും ഡ്രൈ ആയിട്ടും കുറച്ചും കൂടെ യൂസ് ചെയ്തതിൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് എപ്പോഴാണെന്ന് വെച്ചിട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ കൈ ഇപ്പം നമ്മൾ നനഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് സ്കിന്നിലേക്ക് ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാ ഹെയറും നല്ല സ്മൂത്തായിട്ട് റിമൂവ് ആവാത്തതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമ്മൾ എപ്പിലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഹെയർ റിമൂവ് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ഷവറിൽ ഇത് നനഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇതിലും കുറച്ചുകൂടെ നമുക്കൊരു നെഗ്ലിജിബിൾ പെയിൻ മാത്രമേ നമ്മൾ വെറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറുള്ളൂ. പിന്നെ ഞാനിതിൽ എപ്പിലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നൊരു റുട്ടീനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ കൈയാണ് ഇപ്പം എപ്പിലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൈ ഒന്ന് നനയ്ക്കണം. അതിനുശേഷം ഏതെങ്കിലും ഒരു സ്ക്രബ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബോഡി സ്ക്രബ് യൂസ് ചെയ്യാം. അങ്ങനെ പുറത്തുനിന്നുള്ളൊരു സ്ക്രബ് ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അരിപ്പൊടിയിൽ പാല് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ തൈര് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ എപ്പിലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാർട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം അത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു ടവൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഹെയർ ഇൻഗ്രോൺ ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മൾ എപ്പിലേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ടവൽ ഡ്രൈ ചെയ്യുന്ന പോലെ ഡ്രൈ ചെയ്യാം. ഈ എപ്പിലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ബംസോ അതുപോലെ ഇൻഗ്രോൺ ഹെയർ ഒന്നും വരാണ്ട് നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. അപ്പോൾ സ്ക്രബിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇതിപ്പം എപ്പിലേറ്റ് ചെയ്യുവല്ല, നമ്മൾ വാക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഷേവ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ സ്ക്രബിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇൻഗ്രോൺ ഹെയർസിനെ ഒരു പരിധി വരെ ഫുള്ളായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്ക്രബ് ചെയ്യുന്ന സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ കൈയാണ് എപ്പിലേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഹെയർ റിമൂവ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് എൻ്റെ കൈ ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗുഡ് വൈബ്സിൻ്റെ സാൻഡൽവുഡ് പ്ലസ് റോസ്വുഡ് എന്ന് പറയുന്ന ബോഡി സ്ക്രബാണ്. നിങ്ങൾക്ക് ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ക്രബ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ക്രബ് ഉള്ളത്. ഇതൊരു ക്രീം, ഒരു ടെക്സ്ചർ പോലത്തെ ഒരു സ്ക്രബാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം കൈ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ. ഇപ്പം ഞാനത് കഴുകിയിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ട് അത് കഴുകിയിട്ട് നല്ലപോലെ തുടച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡ്രൈ ആയിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ തുടച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ എപ്പിലേറ്റർ യൂസ് ചെയ്തിട്ട് 90 ഡിഗ്രിയിൽ പിടിച്ചിട്ട് ഇത് ഓൺ ആക്കാൻ പോവാണ്. ഇത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പിലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെയർ അത്രയും ഭാഗത്ത് റിമൂവ് ആയിട്ടുണ്ട്. ഇതാണ് ഹെയർ റിമൂവ് ചെയ്യാത്ത പോർഷൻ. ഇത് ഹെയർ റിമൂവ് ചെയ്തതും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്ര ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര പെയിനൊന്നും ഇല്ല കേട്ടോ. പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്ത് കാണിക്കില്ലല്ലോ. ഒരു ചെറിയൊരു ടിംഗ്ലിങ്, ഒരു സെൻസേഷനുള്ള പെയിൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള പെയിനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാക്സ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഒടിച്ച് 90 ഡിഗ്രിയിൽ നമ്മൾ സ്കിന്നിൽ ഇപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഇങ്ങോട്ടാണ് ഹെയർ വളരുന്നതെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ എപ്പിലേറ്റ് ചെയ്ത് വരിക. അങ്ങനെ ചെയ്ത് നമുക്ക് എവിടത്തെ വേണമെങ്കിലും ഫുൾ ബോഡിയിലെ ഹെയർ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പിലേറ്ററിനെ പറ്റി ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിലോ നിങ്ങൾ താഴെ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.